അടിതെറ്റി ബിജെപി. നാളെ തന്നെ വിശ്വാസ വോട്ട് തേടണമെന്ന സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് രാജിവെച്ചു. ബീഹാറിൽ എൻഡിഎ സഖ്യം അവസാനിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് ഇപ്പോൾ ജെഡിയു പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ ബിജെപി സഖ്യം ഉപേക്ഷിച്ചുകൊണ്ടുള്ള തീരുമാനം ഇപ്പോൾ ജെഡിയു എടുത്തിരിക്കുന്നു. ബിജെപിയെ തോൽപ്പിക്കാൻ കോൺഗ്രസിനാകില്ല എന്ന ദേശീയ രാഷ്ട്രീയത്തിലെ വിമർശനം അപ്രസക്തമായി. ഹിമാചൽ പ്രദേശിന് പിന്നാലെ കർണാടകയിലും നേർക്കുനേർ നിന്ന് നരേന്ദ്രമോദിയുടെ പാർട്ടിയെ പരാജയപ്പെടുത്തി അവർ കരുത്ത് തെളിയിച്ചു. വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി നയിക്കുന്ന എൻഡിഎയെ നേരിടാൻ ഇന്ത്യ സഖ്യം തയ്യാറായി കഴിഞ്ഞു. 440 മണ്ഡലങ്ങളിൽ നേർക്ക് നേരാകും ഏറ്റുമുട്ടൽ. ശരിയായ യുദ്ധത്തിന് മുമ്പ് അതൊരു പോരാളിക്ക് ശക്തിക്ഷയത്തിന്റെ ഒരു നിമിഷമുണ്ടാകും. അതിന് കാരണം അവൻ ഒറ്റയ്ക്കാണ് എന്ന തിരിച്ചറിവാണ്. മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാടി സർക്കാർ വീഴുന്നു. ഉദ്ധവ് സർക്കാർ ഉടൻ രാജിവെച്ചേക്കുമെന്നാണ് സൂചന. മഹാരാഷ്ട്രയിൽ സർക്കാർ ഉണ്ടാക്കാൻ ബിജെപി. ഫഡ്നാവിസ് 3 മണിക്ക് ഗവർണറെ കാണും. മധ്യപ്രദേശിൽ 137 മണ്ഡലങ്ങളിൽ ബിജെപിയുടെ തേരോട്ടം, 92 ഇടങ്ങളിൽ മാത്രമായി കോൺഗ്രസ് വീഴുന്നു. രാജസ്ഥാനിൽ പുറത്തുവന്നിരിക്കുന്ന 199 മണ്ഡലങ്ങളുടെയും ഫലസൂചന വരുമ്പോൾ ബിജെപി അശോക് ഗെഹ്ലോട്ടിനെ പിന്തള്ളി വസുന്ധര രാജ്യത്തിന്റെ രാജകീയമായ രഥമുരുളുന്നു. പശ്ചിമബംഗാളിന് പുറമെ പഞ്ചാബിലും ഇന്ത്യ സഖ്യം പൊളിഞ്ഞു. ഇന്ത്യ മുന്നണി പിളർപ്പിന്റെ വക്കിലേക്ക്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്ന് വൈകിട്ട് 7-ന് രാജിവയ്ക്കും. ബിജെപിയുമായി ചേർന്ന് നാളെ പുതിയ മന്ത്രിസഭ ഉണ്ടാക്കും.